ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഭാവനയുടെ പേര് ന്യൂജൻ ആഡം ആൻഡ് ഈവ്. അവധിയുടെ ആലസ്യത്തിൽ കണ്ണിന് ഇമ്പമാർന്ന മയക്കത്തിൽ കിടക്കുമ്പോൾ നിർത്താതെയുള്ള ടൈം പീസിന്റെ അലാറം കേട്ട് ഈവ് ഉണർന്നു. സമയം ഏകദേശം 9 മണി. അയ്യോ, അച്ചായൻ എവിടെ? എന്നും രാവിലെ ഉണർന്ന് ഒരുമിച്ചിരുന്ന് മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിതാ പാട്ട് പാടുന്നതെന്ന് പാടി പ്രാർത്ഥനയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന ആൾ എവിടെ പോയി? ഇന്നിനിയും പാടണ്ട, പക്ഷികളൊക്കെ അറബിക്കടലും കടന്ന് പോയി കാണും. എന്നാലും അച്ചായൻ എവിടെ? പത്രം വായിക്കുകയാണോ? ഈ മുറികളൊക്കെയും പരതി നോക്കി, കണ്ടില്ല. ഈയിടെയായി ആഡമിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു. പുതിയതായി തുടങ്ങിയ ബിസിനസിന്റെ ടെൻഷനായിരിക്കും. സദാസമയം കാൽക്കുലേറ്ററുമായി കുത്തിയിരുന്ന് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു. കിച്ചൺ എക്യുപ്മെന്റ്സിന്റെയും ടേബിൾ വെയറിന്റെയും വിറ്റുവരവിനെ കുറിച്ചാണ് എപ്പോഴും പറയുന്നത്. ഇങ്ങനെ ഓരോന്ന് ആത്മകഥം കൊണ്ട് ഈവ് തന്റെ ഡെയിലി റുട്ടീനിലേക്ക് കടന്നു. അങ്ങനെ ഡ്രസ്സിംഗ് റൂമിലെ കണ്ണാടിക്ക് മുന്നിലെത്തി മുഖം നോക്കി. ഈവ് പറഞ്ഞു, കൊറോണ വന്നു പോയതിനു ശേഷം ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോകുവാൻ സാധിച്ചില്ല. ഒരു ബ്ലീച്ചും ഗോൾഡൻ ഫേഷ്യലും ഹെയർ സ്പായും പെഡിക്യൂറും മാനിക്യൂറും ചെയ്തിട്ട് എത്ര കാലമായി. കൺതടത്തിലൊക്കെ കറുപ്പ് വീഴും മുമ്പ് തോട്ടത്തിൽ നിന്നൊരു വെള്ളരി പൊട്ടിച്ച് വട്ടത്തിൽ മുറിച്ച് കണ്ണിൽ വെക്കണം. ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി സൗന്ദര്യ സംരക്ഷണത്തെ പറ്റി പുലമ്പുന്നതിനിടയിൽ ഒരു കോളിംഗ് ബെൽ. ചെന്ന് ഡോർ തുറന്നപ്പോൾ പാമ്പ് ചീറ്റുന്ന പോലെ ഒരു ശബ്ദം. ഈവ് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. വാതിൽ അടയ്ക്കുവാൻ തുടങ്ങുമ്പോൾ വീണ്ടും ആ ശബ്ദം. നോക്കിയപ്പോൾ ജെന്റിൽമാൻ ലുക്കിൽ അതാ ഒരാൾ. പച്ച കളർ പാന്റും കോട്ടും കഴുത്തിലൊരു മഞ്ഞട്ടയും മുഖത്ത് ഉണ്ടക്കണ്ണും തിളങ്ങുന്ന ചിരിയുമായ ഒരാൾ. സുസ്മരവദനായി എന്നെ മാഡം എന്ന് അഭിസംബോധന ചെയ്തു. സുഖവിവരങ്ങൾ ആരാനും. മാഡം, ആദ്യം ഈ ഗേറ്റ് ഒന്ന് തുറക്കോ? അയ്യോ, ആര് വന്നാലും ഈ ഗേറ്റ് തുറക്കരുതെന്നാണ് എൻ്റെ അച്ചായൻ പറഞ്ഞിരിക്കുന്നത്. അയ്യോ മാഡം, തെറ്റിദ്ധരിക്കരുത്. മാഡത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുവാനാണ് വന്നത്. ഈവ് ആ ഒറ്റ ഡയലോഗിൽ വീണു. ഈ ഗേറ്റ് തുറന്നു. സിറ്റൗട്ടിൽ കയറിയിരുന്ന ജെന്റിൽമാൻ കണ്ടിന്യൂഡ്. മാഡം, നിങ്ങൾ ഈ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട ആളെയല്ല. ഇതിനു പുറത്ത് വിശാലമായ ഒരു ലോകം നിറയെ അവസരങ്ങളുമായി നിങ്ങളെയും കാത്തിരിക്കുന്നു, പ്രത്യേകിച്ച് ഇത്രയും സ്മാർട്ടായ മാഡത്തിന്. ഈവ് റിപ്ലൈഡ്, മിസ്റ്റർ ജെന്റിൽമാൻ, ദൈവം തമ്പുരാൻ സകല നന്മകളും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവില്ലാതെയാണ് ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാണ്? മാഡം, നിങ്ങൾ വാട്സപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ആർക്കും ആപ്പ് വയ്ക്കുന്ന ആളേ അല്ല. എന്നെ കണ്ടാൽ അറിയില്ലേ, എനിക്ക് ഭയങ്കര ദൈവകൃപയാണ്. അതല്ല മാഡം, ഈ ഐറ്റം ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് ജെന്റിൽമാൻ ആപ്പിൾ 16 Pro Max കയ്യിൽ വെച്ചു കൊടുത്തു. ഈവിനൊറ്റ നോട്ടത്തിൽ തന്നെ അത് പെരുത്ത ഇഷ്ടമായി. ജെന്റിൽമാൻ അതിന്റെ സകലമായ ടെക്നോളജിയും ഒറ്റ ശ്വാസത്തിൽ ഈവിന് വിവരിച്ചു കൊടുത്തു. പിന്നെ ഈവ് ഒന്നും നോക്കിയില്ല. തനിക്കും ഒന്ന് അച്ചായനും ഒന്ന് വാങ്ങി പേയ്മെന്റ് സെറ്റിൽ ചെയ്ത് ജെന്റിൽമാനെ പറഞ്ഞു വിട്ടു. ഈവ് പതുക്കെ അതിൽ തോണ്ടാൻ തുടങ്ങി. വാട്സപ്പ്, ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലായിടവും ഓരോ അക്കൗണ്ട് ഓപ്പൺ ആക്കി. അതും പോരാത്തതിന് ആമസോണും ടീമുവിലും ഒരു അക്കൗണ്ട് എടുത്തു. ഹോ, ഭയങ്കരം തന്നെ. ഇത്രയും നാൾ ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. ഈവ് ഇങ്ങനെ പരിസരം മറന്ന് അതിൽ മുഴുകിപ്പോയി. ആഡം വന്നതും ബെല്ലടിച്ചതും ഒന്നും അറിഞ്ഞില്ല. ആഡം വന്നപ്പോൾ ഒരു ആപ്പിൾ ആഡമിന് കൊടുത്തു. എല്ലാവിധ ടെക്നോളജിയും പഠിപ്പിച്ചു. അങ്ങനെ രണ്ടുപേരും നൂതന സാങ്കേതിക വിദ്യയുടെ അനന്ത വിഹായസിൽ പാറിപ്പറന്ന് നടന്നു. പിന്നെ പതുക്കെ പരസ്പരം സംസാരിക്കാതെയായി. കുടുംബ പ്രാർത്ഥന നിലച്ചു. ചർച്ച മീറ്റിംഗ്സും കുറയ്ക്കുവാൻ തുടങ്ങി. പേര് വെട്ടാതെ ഇരിക്കുവാൻ സൺഡേ മീറ്റിങ്ങിന് പോകും. ഇതൊരു സ്ഥിരം പതിവായപ്പോൾ ഒരു ദിവസം വെയിലാറിയപ്പോൾ ദൈവദാസൻ വിസിറ്റിങ്ങിന് വന്നു. കാര്യം തിരക്കിയപ്പോൾ പുതിയ ആപ്പിളിന്റെ കടന്നുവരവിനെ കുറിച്ച് അറിഞ്ഞു. അപ്പോഴാണ് ദൈവദാസന് കാര്യം പിടികിട്ടിയത്. ചുമ്മാ അതല്ല, കഴിഞ്ഞ ആഴ്ച ഫാസ്റ്റിംഗ് പ്രയർ, ഗോസ്പൽ മീറ്റിംഗ് ഒക്കെ മുടക്കിയിരുന്നതിന്റെ ഗുട്ടൻസ്. ആഡം ഈവിനെ കുറ്റം പറഞ്ഞു തുടങ്ങി. എനിക്ക് കൂട്ടായി കിട്ടിയ ഇവളാണ് ഇതിന് ഉത്തരവാദി. ഇവൾ മേടിച്ചു തന്നു, ഞാൻ ഉപയോഗിച്ചു. ദൈവദാസൻ അവരെ ഉപദേശിച്ച് അവർക്ക് മാനസാന്തരത്തിനുള്ള അവസരം ഒരുക്കിക്കൊടുത്തു. അത് അവർക്ക് ബോധ്യപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, ഇവിടെ വിവരിക്കപ്പെട്ട വർത്തമാനകാല അനുഭവങ്ങൾ നമുക്ക് ഒരു പാഠമായി തീരട്ടെ. ലോകമോഹങ്ങളിൽ മുഴുകിപ്പോകാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ശ്രേഷ്ഠവും പവിത്രവുമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർ 3:14 പ്രതിപാദിച്ചിരിക്കുന്ന പോലെ, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആരാഞ്ഞും
ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി നമുക്കും ലാക്കിലേക്ക് ഓടാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.